അപ്പക്കാരമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കലത്തപ്പം റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചോറും പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് നല്ല ജീരകവും 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി തന്നെ നമുക്ക് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു 250 ഗ്രാം ശർക്കരയാണ്. അത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി നമുക്ക് ആ ഒരു കുക്കർ ഒന്ന് അടുപ്പത്ത് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഇവിടെ നല്ലപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി നമ്മൾ നേരത്തെ അടുത്ത് വെച്ചിട്ടുള്ള ബാറ്ററിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കല്ലും മണ്ണും ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അരിച്ചൊഴിച്ചാണ് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം, ഒരു കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതും കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. കുക്കറിനകത്തേക്ക് നമ്മൾ വറുത്തക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ സെയിം എണ്ണയും നമ്മുടെ നെയ്യും കൂടെ ഉള്ളതാണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു ബാറ്ററി ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1.5 മിനിറ്റാണ്. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നെ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കർ തുറക്കുമ്പോഴത്തേക്കും അടിപൊളി നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.